ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. സ്വാഗതം ശ്രീമതി പത്മജ വേണുഗോപാൽ. രാഹുൽ മാങ്കൂട്ടത്തിന് വേറൊരു വഴിയില്ലാത്ത രീതിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് നമുക്ക് പറയാനും കഴിയും. പക്ഷേ അപ്പോഴുമുള്ള ചോദ്യം, ഇത്തരത്തിലുള്ള കടുത്ത ആരോപണങ്ങൾ, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത്, അതിൻ്റെ ഓഡിയോ സന്ദേശമുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പിലെയും ടെലഗ്രാമിലെയും ഒക്കെ ചാറ്റുകൾ നമ്മുടെ മുന്നിൽ തെളിവുകളായുണ്ട്. അങ്ങനെ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ജനപ്രതിനിധിയായി തുടരുകയാണ്. അത് ജനങ്ങൾ തെരഞ്ഞെടുത്തതാണ്, സ്ത്രീകളടക്കം വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഈ സംഘടനയുടെ ചുമതല ഒഴിയുന്നതിനപ്പുറത്തേക്ക് ഇനി ജനപ്രതിനിധിയായി തുടരാൻ അദ്ദേഹം അർഹനാണോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. തീർച്ചയായിട്ടും അർഹനല്ല. കാരണം ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ ഏത് വീട്ടിലും എപ്പോഴും കയറി ചെല്ലാവുന്ന ഒരു ബന്ധമുള്ള ആളാണ്. പക്ഷെ ഇദ്ദേഹത്തെ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റും? കാരണം അവിടെ ഭാര്യമാരുണ്ടാവും, മക്കളുണ്ടാവും. അങ്ങനെയുള്ളവരുടെ അടുത്തേക്കൊക്കെ ഇദ്ദേഹം എങ്ങനെ വിശ്വസിച്ച ഒരാൾ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാൻ പറ്റുന്നത്? അപ്പൊ അദ്ദേഹം പിന്നെ ഇപ്പോ അദ്ദേഹം ഗത്യന്തരമില്ലാതെ രാജിവെച്ചു എന്ന് പറയണത് അത് സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടല്ലല്ലോ. അവരിപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയല്ലേ. ഹൈക്കമാൻഡ് അവിടെ നിന്ന് നേരിട്ട് ഇടപെട്ടുകൊണ്ടല്ലേ രാജിവെക്കേണ്ടി വന്നത്. അപ്പൊ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിൽ എന്താണ്? എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവരൊക്കെ പേടിക്കുന്നു എന്നുള്ളൊരു ചോദ്യം എല്ലാവരും മനസ്സിലും വരുന്നുണ്ട്. അപ്പൊ നേതൃത്വം മുൻകൈ എടുത്തിട്ട് രാജിവെപ്പിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരാളെയൊന്നും എന്താ പറയേണ്ടത്, എത്ര ഇനി നാളെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞാലും കേരളത്തിലെ സ്ത്രീകൾക്ക് ഇതൊന്നും മനസ്സിന് പോവില്ല. കാരണം അവർക്ക് ആദ്യം ജയിപ്പിക്കുമ്പോൾ അറിയില്ലല്ലോ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത്. പിന്നെയല്ലേ കഥകൾ പുറത്തേക്ക് വരുന്നത്. ഇനി അദ്ദേഹം ഒരു പ്രാവശ്യം കൂടി ഒന്ന് നിർത്തി നോക്കട്ടെ, അപ്പൊ കാണാൻ പറ്റും എന്താ സംഭവിക്കുക എന്നുള്ളത്. ശരിക്കും പത്മജ, താങ്കൾ തുടങ്ങിയ ആ ഒരു വരിയുണ്ടല്ലോ, അതായത് ജനപ്രതിനിധിയാണ്, അപ്പോൾ അതിന്റെ ഒരു പൊസിഷൻ നൽകുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, പലരോടും ഇടപെടാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ സ്ത്രീകളോടൊക്കെ ആ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് അത് കൃത്യമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അതൊരു എന്താ പറയണ്ട, ഒരു അന്തസ്സുള്ള ഒരു ജോലിയാണ് ഈ ജനപ്രതിനിധി എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഒന്നെവിടെങ്കിലും കാലം ഇടറിയാൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ എത്രയും മാന്യമായിട്ടും ഇതായിട്ടും ജനങ്ങളോട് പെരുമാറേണ്ട ഒരാള് ഇത്രയും മോശമായ രീതിയിൽ സ്ത്രീകളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനത്ത് തുടരാനുള്ളത്? ആരൊക്കെ സംരക്ഷിച്ചാലും ഇതൊന്നും മുന്നോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല, അതിപ്പോൾ ഈ സ്ത്രീകളോട് മാത്രമല്ല, സ്ത്രീകളോടുള്ളത് ഒരു പ്രധാന വിഷയമായി അവിടെ നിൽക്കുമ്പോഴും തന്റെ കൂടെയുള്ള ആളുകളെ പോലും തള്ളിപ്പറയാൻ മറന്നിട്ടില്ല. അതിപ്പോ കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പോലും പഴയ ചരിത്രത്തിലുള്ള, ഞാൻ പേരെടുത്ത് പറയേണ്ടതില്ലല്ലോ, ആ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അതൊക്കെയാണ് എന്നെ വേദനിപ്പിച്ച. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എന്റെ പിതാവിനെ പറഞ്ഞാൽ പോലും എനിക്ക് അത്ര വിഷമമില്ല. കാരണം അത് രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒന്നും അറിയാത്ത എൻ്റെ ഒരു അമ്മേനെ പിടിച്ചതിൽ വലിച്ചിഴക്കുക എന്നൊക്കെ പറഞ്ഞാല് എന്താണ് അഹങ്കാരം? അതായത് നമ്മൾ പറയില്ലേ, കഷ്ടപ്പെടാണ്ട് ഒറ്റ ദിവസം കൊണ്ട് സ്ഥാനമാനങ്ങൾ കിട്ടിയ ആളാണ്. കോൺഗ്രസിൽ എപ്പോഴും പറയല്ലോ, ഒരാൾക്കൊരു പദവി ഇന്ന് വരെ നടപ്പാക്കിയിട്ടുണ്ടോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയും അതിന്റെ കൂടെ ഇതും MLA എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് വെച്ച് കൊടുത്തിരിക്കുകയല്ലേ. ഇത്ര ഇദ്ദേഹത്തെ താങ്ങാൻ എന്ത് യോഗ്യതയാണ് ഇദ്ദേഹത്തിനുള്ളത്? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ യോഗ്യത മനസ്സിലായല്ലോ. ആ മനസ്സിലായ സമയത്തെങ്കിലും അദ്ദേഹത്തെ പുറത്താക്കണ്ടേ? അതും ചെയ്യാണ്ട് എന്ത് നോക്കിയിട്ടാണ് കോൺഗ്രസ് ഇരിക്കുന്നത്? അതോ കോൺഗ്രസിന് ഈ ഭാവി വേണ്ടെന്നാണോ? ഇനി ഇതൊക്കെ ചെയ്താലും മാർക്സിസ്റ്റുകാരുടെ ദുർഭരണമാണ്, അതുകൊണ്ട് ഞങ്ങൾ ജയിക്കും എന്നുള്ളൊരു അഹങ്കാരമാണോ? എന്താണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതൊന്നും സമ്മതിക്കുന്നില്ല രാഹുൽ. ഇന്നിപ്പോ വാർത്താ സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ മാധ്യമങ്ങൾ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ റിപ്പോർട്ടറിന്റെ പേരെടുത്ത് ആക്രമിക്കുന്നു, അതുപോലെ തന്നെ കൈരളിയല്ലേ, നിങ്ങൾ കൈരളിയല്ലേ എന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളുകളെ നിശബ്ദരാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ശബ്ദിക്കുന്ന തെളിവുകളും നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ട തെളിവുകളും ഇതൊന്നും മതിയാകുന്നില്ല, ഇതൊന്നും പോരാ, ഞാനിപ്പോഴും തെറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് രാഹുൽ. അല്ല, അദ്ദേഹം അതല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്. കാരണം ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതോടുകൂടി അദ്ദേഹം വല്ല സ്ഥാനം രാജിവെക്കണ്ടേ? അപ്പൊ ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് വെല്ലുവിളിക്കുമ്പോൾ ചിലർ വിചാരിക്കില്ലേ, ഓ അയ്യോ ഇത്രയും ചെയ്തിട്ട് വെല്ലുവിളിക്കുമ്പോൾ അയാൾക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ് വെല്ലുവിളിക്കണേന്നൊക്കെ തോന്നും. പക്ഷെ ഇത്രയും വ്യക്തമായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഒരാളും അത് വിശ്വസിക്കില്ല. അദ്ദേഹം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു മാനസിക വിഭ്രാന്തിയായിട്ട് നടക്കുകയാണ്. കാരണം ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സമനില തെറ്റിക്കാണും. അത് ആർക്കായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആരെ വേണമെങ്കിലും വെല്ലുവിളിക്കും, അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും.
പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ആ ഒരു കൂസലില്ലായ്മ ഇപ്പോഴും കാണുന്നുണ്ട് പത്മജ വേണുഗോപാൽ. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഈ കോൺഗ്രസിന്റെ MLA ആയിക്കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ ഉള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ഈ സംഘടനയിൽക്ക് ഉള്ളിൽ നിന്ന് പോലും ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചില ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു. താങ്കൾക്ക് അത്തരം എന്തെങ്കിലും അറിവുകളുണ്ടോ? ഞാൻ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവത്തിനെ പറ്റി തന്നെ ഞാൻ പല നേതാക്കളുടെ മക്കളുടെ പേരൊക്കെ കൂട്ടിയ, പക്ഷെ ഞാൻ അതൊന്നും ചെവി കൊടുക്കാറില്ലായിരുന്നു. ഞാൻ ഇതിലേക്ക് എന്താ പറയണ്ടത്, സത്യം ഉണ്ടെങ്കിൽ അത് പുറത്തു വരുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഒരു കൊല്ലത്തിനുള്ള സത്യങ്ങൾ പുറത്തു വന്നു തുടങ്ങിയില്ലേ. പിന്നെ അദ്ദേഹം ഈ വെല്ലുവിളിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവരലയായികയാണ്. അത് ഞാൻ പറയില്ലേ, ആ ചെറുപ്പത്തിന്റെ ഒരു എടുത്തുചാട്ടം, അല്ലെങ്കിൽ ഇത് എനിക്കെതിരെ ആരും ഒന്നും പറയില്ല. അപ്പൊ ചിലപ്പോ മുകളിലിരിക്കുന്ന ആളുകളുടെ വല്ല തെളിവുകളും ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും. അതാണ് അദ്ദേഹം ഇത്ര ധൈര്യമായിട്ട് വെല്ലുവിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഉത്തരം പറയാത്ത നേതൃത്വം അതിനൊക്കെ ഇങ്ങനെ പറയുമ്പോ? ഇങ്ങനെ പറയരുത് എന്നെങ്കിൽ എന്താ പറയാത്തത്? അതുപോലും പറയാൻ ധൈര്യമില്ലാത്ത നേതൃത്വമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ടല്ലോ. ആ പെൺകുട്ടികളുടെ അവസ്ഥ കൂടി, അവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ. ഒരു ബന്ധമുണ്ടാകുന്നു, അതിൽ വിശ്വസിച്ച് ഒരാളോട് ഇഷ്ടപ്പെട്ട് കൂടെ പോവുകയാണ്. പക്ഷേ അവിടെ മറുവശത്തു നിന്ന് ഉണ്ടാകുന്നത് കൃത്യമായ ചതി എന്ന് തന്നെ പറയാം. ഒടുവിൽ ഗർഭിണിയാകുന്നു, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നു. അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെ വളരെ സിമ്പിളായി ഐ ക്വിറ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായി കൈയൊഴുകുകയാണ് രാഹുൽ. അതെ, തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ആ പറയണത് തന്നെ എന്തൊരു തെറ്റാ. ഒരു എന്താ പറയാ, ഒരു അമ്മയോ ഒരു സഹോദരിയൊക്കെ ഉള്ള ഒരാൾ അത് പറയോ ഇങ്ങനത്തെ കാര്യങ്ങൾ? എന്റെ സഹോദരിക്കാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ എന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിക്കില്ലേ? പിന്നെ പെൺകുട്ടികൾ ആദ്യം നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. തീരെ ഗതികെടുമ്പോൾ ഒരു മറ്റേ TV-യിലൊക്കെ വരുള്ളൂ. ഒരാൾക്കും ഇങ്ങനത്തെ കാര്യത്തിന് പുറത്തു വന്ന് പറയാൻ ഒരു പെൺകുട്ടി ആഗ്രഹിക്കില്ല. അപ്പൊ എത്ര ഗതികെട്ടിട്ട് വേണം അവരിത് വന്ന് പുറത്തൊക്കെ പറയണമെങ്കിൽ. അതും ഒരേ സമയം എന്താ പലരോടും ഞാൻ നിന്റെ മാത്രമാണ്, വേറെ ആരും എന്റെ മനസ്സിലില്ല എന്നൊക്കെ പറയുമ്പോ പെൺകുട്ടികൾ എപ്പോഴും ഒരു മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം സുഖമൊക്കെയുള്ള കുട്ടികളായിരിക്കും. ആ പ്രായമല്ലേ, അതിൽ വീണ് പോണ പലരുമാണ് ഇപ്പോൾ ഇന്ന് സങ്കടക്കടലില്. ശരിക്കും പറഞ്ഞ ഒന്നല്ല, എത്രയോ ആളുകളുണ്ടെന്നാ പറയണേ. ഇനി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞ. ഇങ്ങനെ ഞാൻ കോൺഗ്രസിൽ ഒരാളെയും കണ്ടിട്ടില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ. പലരും ഉണ്ട്, അതൊക്കെ അവർക്ക് മറയ്ക്കാനും കൊണ്ടു നടക്കാനൊക്കെ അറിയാം. പക്ഷെ ഇത് വല്ലാത്ത ഇതായിപ്പോയി, കോൺഗ്രസിന് തന്നെ നാണക്കേടായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ, എല്ലാം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് നിന്റെ അമ്മയെങ്കിലും ഇഷ്ടമാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി അവസാനിപ്പിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി പത്മജ വേണുഗോപാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. നന്ദി.